പ്രിയമുള്ളവരെ, കുറേ കാലമായി നമ്മുടെ സ്റ്റേജുകളിലും പേജുകളിലും കേൾക്കാറുള്ള ഒരു പ്രത്യേക ശബ്ദമാണ് പാണക്കാട് കുടുംബം എന്നുള്ളത്. ഇങ്ങനൊരു ഭം 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 എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു കുടുംബം ഇസ്ലാമിലുണ്ടോ, കേരളത്തിലുണ്ടോ, ലോകത്തുണ്ടോ? അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തുന്നത്. പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിലുള്ളതാണ് എന്നതിൽ സംശയമില്ല. അന്നലക്ക് അഹ്ലു ബൈത്ത് എന്ന ഒരു പരിഗണന അവർക്ക് എപ്പോഴും എങ്ങനെയും ഉണ്ട്. മറ്റ് തങ്ങന്മാർക്ക് എന്തൊക്കെ പരിഗണനയുണ്ടോ ആ പരിഗണനയൊക്കെ അവർക്കുമുണ്ട്. അവർക്ക് എന്തൊക്കെ പരിഗണനയുണ്ടോ അത് ഏത് നാട്ടിൽ അലഞ്ഞു നടക്കുന്ന ഒരു തങ്ങൾ കുട്ടിക്കും ഉണ്ട്. അതിനപ്പുറം എല്ലാത്തിൻ്റെയും അവസാനം പാണക്കാട് തങ്ങളാണ് എന്നുള്ളത് ലീഗുകാർ വളർത്തിയെടുത്ത ഒരു ഫോർമുലയാണ്. ആ ലീഗുകാർ തന്നെയാണ് ചേളാരി വിഭാഗത്തിലുള്ളത് എന്നതിനാൽ അവർ പെരുപ്പിച്ച് കാണിച്ച് കുറേ കാലം അവരെ പർവ്വതീകരിച്ച് കൊണ്ടു നടന്നതിൻ്റെ തിക്തശിക്ഷ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചേളാരിയാണോ മൂത്തത്, പാണക്കാടാണോ മൂത്തത് എന്ന സംശയവും ചർച്ചയും അവരുടെ മുമ്പിൽ തന്നെ നടക്കുകയാണ്. അതെല്ലാം ഉണ്ടാക്കി കൊടുത്തത് അന്ധമായ ചില മൊല്ലാക്കന്മാരാണ് ചേളാരിയെ ചുറ്റിപ്പറ്റി. അതിൻ്റെ തിക്തഫലം അവർ അനുഭവിക്കാൻ അർഹരുമാണ്. എന്നാൽ ഇവിടെ നമ്മൾ വിലയിരുത്തുമ്പോൾ തങ്ങൾ എന്ന നിലക്ക് പാണക്കാട് തങ്ങളെ നമ്മൾ ആരും വിമർശിക്കാൻ പാടില്ല. അവർ അഹ്ലു ബൈത്തിൻ്റെ ഒരു ഘടകമാണ്. പക്ഷേ ലോകത്തുള്ള എല്ലാ അഹ്ലു ബൈത്തിനേക്കാളും വലിയവരാണ് അവർ എന്ന് ഏറ്റവും വലിയ പൊട്ടത്തരവും വിഡ്ഢിത്തവും ഈയിടെ തലപ്പാവതരിച്ച ചില മുഷാവറക്കാർ വരെ തട്ടിവിടാറുണ്ട്. പാണക്കാട് കുടുംബം എന്നുള്ളത് എന്താണ്? ഇവർക്ക് സമസ്തയിൽ ഇവർക്കെന്താ പ്രാതിനിധ്യമുള്ളത്? എന്നാണ് ഇവർ സമസ്തയിൽ വന്നിട്ടുള്ളത്? മുസ്ലിം സമുദായത്തിന് മതപരമായ നേതൃത്വം നൽകിയത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്, അല്ലാതെ ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയല്ല. എന്നാൽ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുമ്പ് അന്നുണ്ടായിരുന്ന ഉലമാക്കൾ പാണക്കാട്ടേക്ക് വന്നിട്ട് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് സമസ്ത രൂപീകരിക്കുകയാണോ ചെയ്തത്? അതല്ല. മറിച്ച് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ടാണ് പാണക്കാട് അല്ല പോയത്. അന്നും പാണക്കാട് പൂക്കോയ തങ്ങളുടെ ഉപ്പാപ്പമാരും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഉപ്പായും ഉപ്പാപ്പമാരും ഒരുപക്ഷെ പൂക്കോയത്തങ്ങൾ തന്നെയും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഉലമാക്കൾ അങ്ങോട്ടല്ല പോയത്. പിന്നീട് SYSൻ്റെ നേതാവായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സമസ്തയിലെ ഒരു മെമ്പറായി എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ ആയി എന്നല്ലാതെ അദ്ദേഹം ആകെ 1, 2, 3 വർഷം മാത്രം ആ സമസ്തയിലുണ്ടായിട്ടുള്ളൂ. പിന്നീട് 1985 വരെയും 85-ന് ശേഷം എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് 89 വരെയും ഒരു തങ്ങളും പാണക്കാടിൽ നിന്നും സമസ്തയിലെ ഒരു മെമ്പറായി ഉണ്ടായിട്ടില്ല. 89-ന് ശേഷം പാണക്കാട് തറവാട്ടിൽ നിന്ന് തന്നെയുള്ള പൂക്കോയ തങ്ങളുടെ സഹോദരൻ്റെ മകനാകുന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ എന്ന എടേപ്പാലം തങ്ങൾ സമസ്ത മുഷാവറയിൽ അംഗമായിട്ടുണ്ട്. 1989 ചരിത്രപ്രസിദ്ധമായ സമസ്ത ജനറൽ ബോഡിയുടെ പുനഃസംഘടനയ്ക്ക് ശേഷം ആണ് ഇവരുടെ അംഗത്വം സമസ്തയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പാണക്കാട് തങ്ങൾ എന്ന് ഇവരുദ്ദേശിക്കുന്നത് ഈ തങ്ങന്മാർ, പൂക്കോയ തങ്ങളുടെ മക്കളായ തങ്ങന്മാർ മാത്രമാണ് പാണക്കാട്ടുകാർ എന്ന് ചുരുക്കി കെട്ടിയിട്ട് അവർ പറയാറുണ്ട്. ആ പറയുന്നതിനെയാണ് നമ്മൾ ഇവിടെ വിലയിരുത്തുന്നത്. പാണക്കാട് അതുകൂടാതെ പലരും പൂക്കോയ തങ്ങൾക്ക് ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ മക്കളുണ്ടാവും. അവർക്കൊക്കെ ഈ സ്ഥാനങ്ങൾ ഉണ്ടാവും, ഇവർക്കുള്ള സ്ഥാനങ്ങൾ. പക്ഷെ അതൊന്നും പരിഗണിച്ചുകൊണ്ടല്ല ഇവർ പറയുന്നത് പൂക്കോയ തങ്ങളുടെ മക്കളായ ഇവർ പാണക്കാട് സമസ്തയുമായി ഭയങ്കര ബന്ധമുണ്ട് എന്നാണ്. ഏറ്റവും കൂടിപ്പോയാൽ ഒരു 4 വർഷത്തെ ബന്ധമുണ്ടാവും പൂക്കോയ തങ്ങൾ സമസ്തയിലുണ്ടായിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം 85 നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സമസ്ത കേരള ജമിയത്തിനോട് സുവനിയർ. അതിൽ അന്ന് മുഷാവറ അംഗങ്ങളായിട്ടുള്ളത് 36 പേരാണ്. അതിലൊരു പാണക്കാട് തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. അതിന് ശേഷം പിന്നെ സകല ഗുലാബി പ്രശ്നങ്ങളും ഓരോരുത്തർക്ക് തോന്നിയവരെ നോമിനേറ്റ് ചെയ്യുവാണല്ലോ. ഏകപക്ഷീയമായിട്ടുള്ള നോമിനേഷൻ. അതിൽ പാണക്കാട് പെട്ട ആരെങ്കിലും കയറി കൂടിയോ എന്നറിയില്ല. യഥാർത്ഥത്തിൽ
89 വരെയും എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ഒരു പാണക്കാടും തങ്ങളുമില്ല. അപ്പം പാണക്കാട് തങ്ങളെ മാറ്റി നിർത്തിയിട്ടൊരു സമസ്തയില്ല എന്ന് പറയുന്നത് ബോഷ്കാണ്, വിവരക്കേടാണ്. പിന്നെ സമസ്തയുടെ പ്രാതിനിധ്യം പാണക്കാടാണ്, സമസ്തയുടെ തീരുമാനം പാണക്കാട് എന്നാവണം എന്ന് പറയുന്ന ആ വിഡ്ഢിത്തം ഈ തലപ്പാവുകാരികൾ നിർബന്ധമായും അവരുണ്ടാക്കി തീർത്തതായ ഒരു പൊട്ടത്തരമാണ്. അത് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ആ കുടുംബത്തിന് മാത്രം ഒരു സ്ഥാനമുണ്ട് എന്ന് മറ്റ് തങ്ങന്മാരെ അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തവരാണവർ. അതുകൊണ്ട് ഈ ഒരു ധാരണ എല്ലാവരും തിരുത്തണം. പാണക്കാട് തങ്ങൾ മാത്രമേ രാജ്യത്ത് തങ്ങന്മാരുള്ളൂ, മറ്റുള്ള തങ്ങന്മാരൊക്കെ 2ാം നമ്പറുകാരാണ് എന്ന രീതിയിൽ ഇവർ പ്രചരിപ്പിച്ചെത്തുകയും അത് ജനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അത് വളരെ കഷ്ടമായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഇവർക്കെന്തൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത്? ഒരു തങ്ങൾ തറവാടിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിൽ ആകെ ഒരു തറവാടിനാണ് വലിയ സ്ഥാനമുള്ളത്. ഖുറൈശി തറവാടിലെ ബനി ഹാഷിം വംശം, ആ ബനി ഹാഷിം വംശത്തിൽപ്പെട്ടവർക്കാണ് സ്ഥാനമുള്ളത്. അവരുടെ പാരമ്പര്യത്തിൽ വരുന്നവരാണ് അഹ്ലു ബൈത്തുകൾ. അവരെല്ലാവരും ഒരേ ദർജയിലുള്ളവരാണ്. എന്നിട്ട് പിന്നെ പാണക്കാട് കുടുംബമുള്ള മറ്റു ചില മഹല്ലുകളിലൊക്കെ, കണ്ണൂർ ജില്ലയിലൊക്കെയുള്ള ചില മഹല്ലുകളിൽ തങ്ങൾ നിക്കാഹ് ചെയ്യണം, പാണക്കാട് തങ്ങൾ തന്നെയാവണം, മറ്റു തങ്ങന്മാരൊന്നും പറ്റൂല അതുപോലെ ഇവരുടെ ഈ ചേളാരിക്കാരുടെ സ്റ്റേജിൽ നിന്ന് തന്നെ പാണക്കാട് തങ്ങളെ മുമ്പിൽ നിങ്ങൾ തങ്ങളൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, എന്നുവെച്ചാൽ മറ്റു തങ്ങന്മാരൊക്കെ ഒരു ബാക്ക്വേഡ് തങ്ങന്മാരാണ് എന്ന് പറയുന്ന രീതിയിൽ അവരെ അവഹേളിച്ചുകൊണ്ടും പാണക്കാട് കുടുംബത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഇവർ പറയുന്നു. ഈ സമസ്തക്കാരെന്ന് അവകാശപ്പെട്ട് വരുന്ന ചേളാരികൾ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം തോന്നുന്നത്. ഇവർക്ക് എന്താണ് സമസ്തയുടെ നയവുമായി ബന്ധമുള്ളത്? സമസ്തയുടെ അടിസ്ഥാന നയം എന്താണ്? വഹാബികളുമായി ബന്ധം പാടില്ല എന്നുള്ളത്. പാണക്കാട് പൂക്കോയത്തങ്ങളെക്കുറിച്ചുള്ള ചരിത്രം നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അതിന് ശേഷം വന്ന പാണക്കാട്ട് ആ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ മക്കളിൽപ്പെട്ട എല്ലാ തങ്ങന്മാരും വഹാബികളെ പാലൂട്ടുന്നവരും അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നവരും അവരെ മുറിവേൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്നവരുമായിരുന്നു. ഇങ്ങനെയുള്ളൊരു സമുദായ സ്നേഹമാണ് എങ്കിൽ സമസ്തയുമായി അവർക്ക് എങ്ങനെ ബന്ധപ്പെടാൻ കഴിയും? സമസ്ത എന്ന് പറയുന്നത് അവരെ പാലൂട്ടരുത്, അവരെ സഹകരിക്കരുത് എന്ന് പറഞ്ഞ് രൂപീകരിച്ച ആ മാനിഫെസ്റ്റോയിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെയുള്ള സമസ്തയുമായി പാണക്കാടിന് വലിയ ബന്ധമാണ് എങ്കിൽ എന്താ സമരസങ്ങൾ, ഒത്തുപോകാത്ത 2 സാധനങ്ങൾ ബന്ധമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കുടുംബം യഥാർത്ഥത്തിൽ തർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയമാകുന്ന സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യമാകുന്ന അതിനെ പൂർണ്ണമായി ലംഘിച്ചവരാണ് പൂക്കോയത്തങ്ങളുടെ മക്കളായിട്ട് വന്നവരൊക്കെ. പൂക്കോയത്തങ്ങളുടെ കഥ നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല, മഹാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ ഈ സമസ്തയുടെ ലക്ഷ്യത്തിനെതിരെ വഹാബികൾക്ക് ഓശാന പാടുന്നു, അവരെ മരിച്ചാൽ സന്ദർശിക്കുന്നു, അവർ വലിയ പരിഷ്കർത്താക്കളാണെന്ന് പറയുന്നു, അവർക്ക് വേണ്ടി മൈതസ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനത്തെവരാണ് ഈ പറയപ്പെട്ട ലീഗിൻ്റെ മുഴുവൻ പാണക്കാട്ട് കഴിഞ്ഞു പോയ നിലവിലുള്ള എല്ലാ തങ്ങന്മാരും. അപ്പോൾ അവർക്ക് എന്ത് മാറ്റാണ് സമസ്തക്കാർ കാണുന്നത്? സമസ്തൻ്റെ ആശയത്തെ അറുവല ചെയ്യുന്ന നയം സ്വീകരിക്കുന്ന ഇവർ പറയുന്നതാണ് സമസ്ത എന്നാണോ? എങ്കിൽ ആ സമസ്തയുമായി അവർ പോകട്ടെ, അതിൻ്റെ ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും അവർക്ക് മാറി ചിന്തിക്കാനൊരവസരം ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പാണക്കാട് തങ്ങന്മാർക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ടോ ആ പ്രത്യേകത നമ്മുടെ നാട്ടിൽ അലഞ്ഞടക്കുന്ന തങ്ങളുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഉണ്ട്. അവരെക്കാൾ ഒരു ദർജ അവർക്ക് കൂടുതലില്ല. അൽ ഈമാനു യസീദു യങ്കുസു എന്ന ഹദീസ് അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ നന്നാകുമ്പോൾ അവർക്ക് പവർ കൂടും. ഉദാഹരണമായി ഇൽമുള്ള ഒരു തങ്ങൾ ഇൽമില്ലാത്ത തങ്ങളെക്കാളും പവറുള്ളവരാണ്. ഇൽമ് കൂടുതലുള്ള ഒരു തങ്ങൾ ഇൽമ് കുറഞ്ഞ തങ്ങളെക്കാളും പവറുള്ളവരാണ്. താജുൽ ഉലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് വേറെ ഒരു തങ്ങളും അദ്ദേഹത്തെക്കാൾ ഉയർന്ന തങ്ങളല്ല. കാരണം അത്രമാത്രം ഇൽമുള്ള തങ്ങളുമായ ഒരാൾ വേറെ അന്ന് ഒരു കേരളത്തിൽ ഏതായാലും അറിയപ്പെട്ടിട്ടില്ല. ചുരുക്കത്തിൽ അന്ന് എല്ലാവരും ആശ്രയിക്കേണ്ട ആത്മീയ നേതാവ് താജുൽ ഉലമയായിരുന്നു. അദ്ദേഹത്തെ തട്ടിമാറ്റിക്കൊണ്ടാണല്ലോ ഇവരും വന്ന് നീങ്ങിയിരുന്നത്. അപ്പോൾ ഇവർക്ക് പിന്നെ തങ്ങന്മാർക്ക് സ്ഥാനം കൊടുക്കണമെങ്കിൽ അവരിലുള്ള മറ്റ് കസ്ബിയായ അമലുകളെ കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട്, എൽമിയായിട്ടോ മറ്റ് പവറുകളെ കൊണ്ടോ അവർ നേടിയെടുത്ത ഈമാനികമായ തഖ്വയിൽ അധിഷ്ഠിതമായ വറയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് അവർക്ക് മഹത്വമുണ്ടെന്ന് പറയാം. എന്നാൽ ഈ പാണക്കാട് ജീവിച്ച ഈ തങ്ങന്മാർ അവർക്കൊക്കെ ഈ മാനദണ്ഡം പരിഗണിച്ചിട്ട് എന്ത് ഉയർച്ചയാണ് മറ്റുള്ള തങ്ങന്മാരെക്കാൾ ഉള്ളത്? അറിവിൻ്റെ വിഷയത്തിൽ മറ്റുള്ള തങ്ങന്മാരൊപ്പം എത്തുന്നവരായിരുന്നില്ല അവരാരും. അത് ഏത് പാണക്കാട്ട് തങ്ങളാണെങ്കിലും അങ്ങനെ ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നില്ല.
പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവരെ ഇങ്ങനെ പൊക്കി കാണിച്ചു? അവരുടെ മാനിഫെസ്റ്റോ ബിദ്അത്തുകാരുമായി സഹകരിക്കണമെന്നാണ്. സമസ്തയുടെ മാനിഫെസ്റ്റോ ബിദ്അത്തുകാരുമായി നിസ്സഹകരിക്കണമെന്നാണ്. എന്നിട്ട് സമസ്തയുടെ മസ്ലഹത്ത് മുഴുവൻ ഉണ്ടാക്കേണ്ടത് പാണക്കാട് നിന്നാവണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ആ വിഡ്ഢിത്തം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും ഇപ്പോഴും അടിമകളായി തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സാന്ദർഭികമായി നമ്മൾ പറഞ്ഞു വന്നത്, മറ്റുള്ളവരെക്കാളും ഇവർക്ക് സ്ഥാനം നൽകിയിട്ട് ഇവരെ അങ്ങോട്ട് പുകഴ്ത്തിയിട്ട് റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റ് തങ്ങന്മാരെ മുഴുവനും ഇകഴ്ത്തുന്ന നിലപാടാണ് ഈ മുസ്ലിം ലീഗുകാർ പൊതുവെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്തിലെ ഒന്നാമത്തെ ആളാണ്. ആ നബിക്കുള്ള ശ്രേഷ്ഠത ഒരാൾക്കുമില്ല. എല്ലാവരേക്കാളും ശ്രേഷ്ഠത അഷ്റഫുൽ ഖൽഖാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾ തന്നെ ഖുർആനിലൂടെ നമ്മെ കേൾപ്പിച്ചതുകൊണ്ടാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്ന അള്ളാഹു പറഞ്ഞ വാക്യം. നബിക്ക് സ്ഥാനമുണ്ടായിക്കൊണ്ടിരിക്കെ മുർസലീങ്ങൾക്കിടയിൽ നമ്മൾ വിവേചനം കാണിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതിനെ നമുക്ക് ഓതിത്തരികയാണ് ചെയ്തത്. അത് ഓതിത്തരുമ്പോൾ നബിയാണ് ഉയർന്നു നിൽക്കുന്ന ആൾ, അഷ്റഫുൽ ഖൽഖ്. പക്ഷെ അതുണ്ടായിട്ട് പോലും എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നു. എന്നിട്ട് മറ്റുള്ളവരെക്കാളും പവർ ഇല്ലാത്ത ഒരു വിഭാഗത്തെ മാത്രം തങ്ങന്മാർ, മറ്റുള്ളവരെല്ലാം താണ വിഭാഗക്കാർ എന്ന രീതിയിൽ വിലയിരുത്തുന്ന, ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിന് തന്നെ ബലി കൊടുക്കുന്ന, നിരാകരിക്കുന്ന പരിപാടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നിയമപരമായി ഇവർക്ക് ഇളവുകളുണ്ടോ? ഇവർ ഹറാമ് ചെയ്താൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല, ഇവർ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. അങ്ങനത്തെ ഒരു അപ്രമാദിത്വമുള്ള ഇസ്ലാമിൽ അങ്ങനെ ഒരു പൗരോഹിത്യമില്ല. ഒരു വിഭാഗം ഹറാമ് ചെയ്താൽ ഹറാമ്, സ്ത്രീകളുമായി കൂടിക്കരൽ ഹറാമാണെങ്കിൽ അത് പാണക്കാട് തങ്ങൾ ചെയ്താലും തെറ്റ്, മറ്റ് തെങ്ങന്മാരോ മൂലന്മാരോ നാടന്മാരോ ആര് ചെയ്താലും തെറ്റ്. പക്ഷേ വിവരമുള്ളവരാണെന്ന് നടിക്കുന്നവരും ജനങ്ങൾ അംഗീകരിക്കുന്നവരും അല്ലെങ്കിൽ മാതൃകാ പുരുഷന്മാരാണെന്ന് ജനങ്ങൾ അംഗീകരിക്കുന്നവരും ആ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് കടുപ്പം കൂടും. അപ്പോൾ അത് നമ്മൾ പാണക്കാട് തങ്ങന്മാരിൽ നിന്ന് എല്ലാവരും കണ്ടവരാണ് ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ. എന്നിട്ടും അവരാണ് ഉന്നത സ്ഥാനീയർ എന്ന് പറയുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു തറവാടിലേക്ക് ചുരുക്കി കെട്ടിയിട്ടല്ല ഇസ്ലാമിൻ്റെ ചരിത്രമുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ആദ്യത്തെ ഖലീഫയായി ഒരു തറവാടുകാരനെ അല്ല തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് തറവാടില്ല എന്നല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തറവാടൊക്കെ ഉണ്ട്. പക്ഷേ നബിയുടെ തറവാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ തറവാട് വലിയ മഹത്വമുള്ളതൊന്നുമല്ല. എന്നിട്ട് പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കാൻ കാരണം തഖ്വയിലും വറഇലും ഇൽമിലും അതുപോലെയുള്ള മറ്റ് ശേഷികളിലുമൊക്കെ സ്ഥാനം, പവർ അദ്ദേഹത്തിനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ തിരഞ്ഞെടുക്കേണ്ട പലരുണ്ടല്ലോ. അഹ്ലു ബൈത്തിൽപ്പെട്ടവരായ അബ്ബാസ് റളിയല്ലാഹു അൻഹുണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്തായി പ്രഖ്യാപിച്ച അലി റളിയല്ലാഹു അൻഹുണ്ട്. അവരൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കെ സ്വഹാബത്ത് ഏകകണ്ഠമായി തിരഞ്ഞെടുത്തതാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പോൾ തറവാടിനെ അല്ല ഇസ്ലാമിൽ പരിഗണന എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. ഇനി അതിന് ശേഷം പ്രായം കൊണ്ടാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കേണ്ടത്. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളാണല്ലോ. പക്ഷെ അവരല്ല തിരഞ്ഞെടുത്തത്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുപോലെ അതിൻ്റെ ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് പിന്നെ മകളെ വിവാഹം കഴിച്ച ആൾ എന്ന നിലക്ക് കുറഞ്ഞൊരു ടച്ചുള്ള ആളാണ്. അതേസമയം അലി റളിയല്ലാഹു അൻഹുവിനെയാണ് പിന്നീട് തിരഞ്ഞെടുത്തത്. അവിടെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഇതിലൊക്കെ സ്ഥാനം തറവാടിനല്ല. ആരാണോ ആ വിഷയത്തിൽ, ദീനിയായ വിഷയത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അവരെ പരിഗണിക്കണമെന്നാണ്. അതുണ്ടായിക്കൊണ്ടിരിക്കെ പാണക്കാട് തങ്ങൾ ജാഹിലാണെങ്കിലും അദ്ദേഹത്തെ കാളിയാക്കണം എന്ന് പറയുന്ന ചില മഹല്ലത്തുകാർ, അവർ ചിന്തിക്കേണ്ടത് ദീനിനാണോ നിങ്ങൾ കാളിയെ നിശ്ചയിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു ആലിമിനെ തിരഞ്ഞെടുക്കണം. മറുഭാഗത്തുള്ള ആലിമികളൊന്നും നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ അഹ്ലു ബൈത്തായിട്ടും അല്ലാതെയും കുറച്ച് ആലിമീങ്ങളില്ലേ, അവരെ കാളിയാക്കൂ. ഒരു അൽഫിയും ഫത്തുൽ മുഈനും പോലും ഓതിക്കൊടുക്കാനോ ഓതുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകളെ കാളിയാക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ദീനുണ്ടായതുകൊണ്ടല്ല. നിങ്ങളുടെ ലീഗ് അധിഷ്ഠിത ദീൻ അത് ലോകത്ത് അല്ലെങ്കിൽ മഹല്ലുകളിൽ നിലനിൽക്കണം എന്ന ഒരു ദുർവാശി മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ കാളിയെ നിശ്ചയിക്കുന്നതിലും മറ്റുമൊക്കെ ഉള്ളത് ദീൻ നിലനിർത്തലല്ല, ലീഗ് അധിഷ്ഠിതമായ ഒരു ദീൻ അവിടെ ഉണ്ടാകണം എന്ന ഒരു തത്വമാണ്. ഇത് പടച്ചോൻ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ കാളിയെ നിശ്ചയിക്കുന്നെങ്കിൽ ഇസ്ലാമിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിശ്ചയിക്കണം. അതിന് വേറെ താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല.
അതേസമയം അത് നിശ്ചയിച്ച ആൾക്ക് തന്നെ വേറെ ഒരു പിയനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഈ ജാഹിലീങ്ങളെ കാളിയാക്കുകയും അവർക്ക് വേണ്ടി ഹൗസ് പണിയുകയും അതിന് സഹായം ചെയ്യുകയും ചെയ്യുന്ന മഹല്ലത്തുകാർ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ ചെയ്യുന്നത് ദീനിന് വേണ്ടിയാണോ ലീഗിന് വേണ്ടിയാണോ എന്ന്. ലീഗിന് വേണ്ടിയാണെങ്കിൽ അതിന് പരാതിയില്ല. പക്ഷേ നിങ്ങളൊരു കാളിയെ നിശ്ചയിക്കുന്നത് നിങ്ങൾക്കനുസരിച്ച ഫത്വ കിട്ടാനാണ് എങ്കിൽ നിങ്ങൾക്ക് ദീനിനോട് താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചിന്തിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ജാഹിലീങ്ങളെ കാളിയാക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് നമുക്ക് വ്യക്തമായും പറയാനുള്ളത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ക്രിസ്ത്യൻ ചർച്ചുകളിലും ഒക്കെ പോയി സർവ്വമതത്തിൻ്റെയും നേതാവാകാം. ഇസ്ലാമിൻ്റെ നേതാവാണ് ഇങ്ങനത്തെ ആളുകൾ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവരുത്. ഇസ്ലാമിന് അതിൻ്റേതായ ഒരു അതിർവരമുണ്ട്. അവർക്ക് എത്രമാത്രം മറ്റു മതക്കാരുമായി മതവിഷയങ്ങളിൽ സഹകരിക്കാം, അതിൻ്റെ വിധികൾ എന്താണ്, എത്രയെത്ര പാർട്ടുകളായിട്ടാണ് അതിൻ്റെ വിധികളുള്ളത്, അത് തിരിയുകയും പോലും ചെയ്യാത്ത ആളുകളാണ് നേതാവായ സയ്യിദുൽ ഉമ്മകളൊക്കെയായി വിശേഷിപ്പിക്കുന്നത്. ഇത് ഏറ്റവും വലിയ ചരിത്രപരമായ പൊട്ടത്തരമാണ്, വിഡ്ഢിത്തമാണ് എന്ന് സാധാരണക്കാർ അറിയാത്തവരായിരിക്കും. കാരണം ഈ തലപ്പാവുകാരാണല്ലോ ഇതൊക്കെ ആരോപിക്കുന്നത്. സയ്യിദുൽ ഉമ്മ ഒരു ഉമ്മത്തിൻ്റെ നേതാവാകണമെങ്കിൽ അദ്ദേഹത്തിന് സാമാന്യ വിജ്ഞാനെങ്കിലും വേണമല്ലോ. അതുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. ഉണ്ടെന്ന് വാശിയുള്ളവർ ഇനി പരിശോധനക്കാണെങ്കിൽ നമ്മളും തയ്യാറാണ്. അപ്പോൾ ഇത് നമ്മൾ എതിർപ്പുകൊണ്ട് പറയല്ല, ദീനിയായ കാര്യങ്ങൾ ആകുമ്പോൾ അതിൻ്റെ രീതിയിൽ നടക്കണം. ദീനിനെ മലിനമാക്കിക്കൊണ്ട് ദീനിലില്ലാത്ത കുറേ പാരമ്പര്യങ്ങളും തറവാടുകളൊക്കെ കൂട്ടിച്ചേർത്ത് ജാഹിലീങ്ങളാണെങ്കിലും തമ്മാടികളാണെങ്കിലും അവരെ തന്നെ നേതാവാക്കിയേ തീരൂ എന്നുള്ള ദുർവാശിയിൽ നിന്ന് സാമാന്യ മതബോധമുള്ള ജനങ്ങൾ പിന്തിരിയണം. ലീഗ് ബോധം കൊണ്ട് അവർ ലീഗ് നേതാവിനെ എല്ലാ സ്ഥലത്തും വായിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മറ്റുള്ളവർക്ക് അത് പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഐക്യവിരോധികൾ ഈ ലീഗുകാരാണെന്ന് നമ്മൾ നേരത്തെ തെളിയിച്ചാണ്. കാരണം മുമ്പ് കാലത്തൊക്കെ ലീഗ് ഒരു ഭാഗത്തും മുസ്ലിം സമുദായത്തിലെ മറ്റ് എല്ലാ വിഭാഗവും മറുഭാഗത്തും അങ്ങനെയായിരുന്നു. ആ ഭാഗത്തിനോട് ശത്രുത പുലർത്തുക. അപ്പോൾ ഏറ്റവും വലിയ മുസ്ലിം ഐക്യവിരോധികൾ ഈ പാർട്ടിക്കാരായിരുന്നു എന്ന് കഴിഞ്ഞ കാലം നമ്മൾ തെളിയിച്ചതാണ്. അവർ അവരുടേതായ നയക്കത്തിലൂടെ മഹല്ലുകളെ കൊണ്ടുപോകണം. അതേസമയം മഹല്ലത്തിലെ അവരെ മുന്നണിയിൽ തന്നെയുള്ള പാർട്ടിക്കാർ പോലും മറുഭാഗത്തായിരിക്കും. അപ്പോൾ അവരുമായുള്ള സഹകരണം പാടില്ല. അവരെ കീഴിലായിക്കൊണ്ട് എല്ലാം നടക്കണം എന്നുള്ള ലീഗധിഷ്ഠിത രാഷ്ട്രീയാധിഷ്ഠിത ദീനായിരിക്കണം എന്ന ഒരു തത്വം ആവിഷ്കരിച്ചവരാണവർ. അത് അംഗീകരിക്കാൻ മുസ്ലിം സമുദായത്തിന് പൊതുവെ കഴിയുകയില്ല. അപ്പോൾ എല്ലാ നിയമത്തിന് വിധേയമായി ജീവിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ അവിടെ ഒരാൾ ഹറാമ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു സയ്യിദ് ഹറാമ് ചെയ്താൽ അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അതേസമയം ഒരു സാധാരണ മുസ്ലിയാർ ഹറാമ് ചെയ്താൽ അത് വലിയ കുറ്റമാക്കണം എന്നൊക്കെ പറഞ്ഞ് നീങ്ങുന്ന രീതിയിൽ അത് ഇസ്ലാമിൻ്റെ പാരമ്യമല്ല. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫാത്തിമയാണ് കെട്ടതെങ്കിൽ പോലും ഞാൻ അവിടെ കൈമുറിക്കും എന്ന് പറഞ്ഞതിനർത്ഥം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, അതിൽ സയ്യിദാണെന്നോ മറ്റോ ഇല്ല. അപ്പോൾ ഒരു ഫാസിക്കാവുന്ന ഒരു പ്രവൃത്തി ഒരു സയ്യിദ് ചെയ്താൽ അദ്ദേഹം ഫാസിക്കാണെന്ന് തന്നെ പറയണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ അദ്ദേഹം ചെയ്യുന്നതെല്ലാം തെറ്റാണെങ്കിലും മൗനം പാലിക്കണം, അതവരെ ആ തറവാട്ടുകാരല്ലേ ആ കുടുംബക്കാരല്ലേ എന്ന നിലക്കുള്ളൊരു സമീപനം ഇസ്ലാമിലൊരു വിവേചനം ആർക്കും നൽകപ്പെട്ടിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബവും എല്ലാ കുടുംബവും ഒരുപോലെ ഉണ്ടായവരാണ്. അഹ്ലുബൈത്തിന് സ്ഥാനമുണ്ട്. ആ കുടുംബത്തിലൊരംഗമാണ് പാണക്കാട് കുടുംബം. അവർക്ക് അഹ്ലുബൈത്തിൻ്റെ സ്ഥാനമുണ്ട്. ആ അഹ്ലുബൈത്തിൻ്റെ സ്ഥാനം എല്ലാ കുടുംബത്തിനും, ബാഫഖി കുടുംബത്തിനും അവരെ മക്കളുടെ കുടുംബത്തിനും ഒക്കെ ഉണ്ട്. പക്ഷേ ലീഗുകാർ സാധാരണ അത് കാണാറില്ല. ഈ കുടുംബത്തിലെ മക്കളും മാത്രം തങ്ങന്മാർ, മറ്റുള്ളവർ ഒരു അധസ്ഥിതർ. അത് ശരിയല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബം ആകാശം പൊട്ടിപ്പിളർത്തി ഇങ്ങോട്ട് ഇറങ്ങിയ പ്രത്യേകമായൊരു കുടുംബമല്ല, സാധാരണ ഉള്ള ഒരു അഹ്ലുബൈത്താണ് എന്ന് ചുരുക്കം.